ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പച്ചപ്പപ്പായ വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതേപോലെയുള്ള ഒരു വലിയ പപ്പായയുടെ പകുതി ഭാഗം വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ജ്യൂസ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി മാറ്റിയിട്ട് കഴുകിയെടുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പപ്പായ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതേപോലെയുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വന്നിട്ട് പപ്പായൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഒരു പടങ്ങ് വെന്തുടയണമെന്നില്ല, അത്യാവശ്യം പപ്പായൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി. നമ്മളിങ്ങനെ മൂടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഇത് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലെ വെള്ളമൊക്കെ അരിച്ചു മാറ്റി ഇത് ചൂടാറാനായിട്ട് വെക്കാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്കയുടെ കുരു ചേർത്ത് കൊടുക്കുക. ഇനി നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3/4 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ ഒരു ജ്യൂസിന് കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കണ്ടൻസ്ഡ് മിൽക്കും അതുപോലെ തന്നെ എക്സ്ട്രാ പാൽപ്പൊടിയും ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് ജ്യൂസിന് ആവശ്യമായിട്ടുള്ള നന്നായിട്ട് തണുപ്പിച്ചെടുത്ത പാലാണ്. ഞാനിവിടെ 1/2 ലിറ്റർ പാൽ നന്നായിട്ട് തണുപ്പിച്ച് കട്ടയാക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ തന്നെ സെർവ് ചെയ്യാം. അല്ലെങ്കിൽ ഇനി ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കസ്കസ് കൂടി ഞാൻ കുതിർത്തിയെടുത്തിട്ടുണ്ട്. അതുകൂടി ഇങ്ങനെ കടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതുകൂടി ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ജ്യൂസ് മതിയെങ്കിൽ അങ്ങനെയും മതി. അപ്പോൾ ഈ ഒരു ചൂട് കാലത്ത് വീട്ടിൽ പച്ചപ്പപ്പായൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ജ്യൂസ് റെസിപ്പി തന്നെയാണ്. ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ മറക്കാതെ അറിയിക്കണേ. ഇത് പച്ചപ്പപ്പായ വെച്ചിട്ടുണ്ടാക്കിയ ജ്യൂസാണെന്ന് പറയുകയില്ല, അത്രയ്ക്കും നല്ല ടേസ്റ്റാണ്. ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്ത് പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.